എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമായിട്ടുള്ള വേറൊരു കാര്യമാണല്ലോ ഒരു നെയ് റോസ്റ്റ് കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ധൃതി പിടിച്ച് വീട്ടിൽ വന്നിട്ട് സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളതുകൊണ്ട് വളരെ മിനിമലായിട്ടുള്ളൊരു സദ്യയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ സദ്യ എന്ന് പറയുമ്പോൾ പായസം ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു കാര്യമാണല്ലോ. അതും പായസം വളരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടമാണോ? അങ്ങനെ വളരെ സക്സസ്ഫുള്ളി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കിയത്. അടപ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് അപ്പോൾ പിന്നെ ഒരു ബോളിയും പായസവും കൂടെ ആയാലോ എന്ന്. മണി 11:45 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നെ ബോളി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയപ്പോൾ ഭയങ്കര തിരക്കും. അങ്ങനെ കഴിച്ചില്ല. വീട്ടിൽ വന്ന് ഞങ്ങളുടെ ചെറിയ സദ്യ കഴിച്ചു. ഈ എല്ലാ കറികളും കൂട്ടിയിട്ടുള്ള അതേ ഇലയിൽ പായസം ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം. ഇത് ഞങ്ങളുടെ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യാലിറ്റിയാണ്. ഈ ചെറിയ പഴം പായസത്തിൽ ഇങ്ങനെ ഞെബിടി പിഴിഞ്ഞ് കഴിക്കുന്നത്. വിഷുവിന് ഒഴിവാക്കാൻ കഴിയാത്ത 2 കാര്യങ്ങളാണല്ലോ, ഒന്ന് കണിക്കൊന്നയും മറ്റൊന്ന് നന്ദനം സിനിമയും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.